Hi all, my name is Parvati and I'm one of the faculties at Xylem Languages. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി കണ്ടു തമ്മിൽ എന്താണെന്നല്ലേ. റീസെൻ്റ്ലി ആസ് ക്വസ്റ്റ്യൻ ഓഫ് ടാസ്ക് 1 ആണ്. നമ്മുടെ IELTS റൈറ്റിംഗ് ടാസ്ക് 1 അക്കാഡമിക്കിൻ്റെ റീസെൻ്റ്ലി ആസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് നമ്മൾക്ക് ക്വസ്റ്റ്യൻ കാണാം. യെസ്, സോ യു ഹാവ് എ ബാർ ഗ്രാഫ് ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് നോക്കാം അല്ലേ, എന്നിട്ട് നമുക്ക് സ്ട്രക്ചർ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ, ഓവർവ്യൂ, ബോഡി പാരഗ്രാഫ് 1 and 2 നല്ല ഇഫക്റ്റീവായിട്ട് ഒരു ബാൻഡ് 7 അല്ലെങ്കിൽ അതിന് എബവ് ആയിട്ട് കിട്ടാൻ എങ്ങനെ നമുക്ക് നന്നായിട്ട് സ്ട്രക്ചർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പം നമുക്ക് നോക്കിയാൽ നമ്മളുടെ ഗ്രാഫാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനകത്ത് ബാർ ഗ്രാഫാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് യു ഹാവ് ആക്ച്വലി 2 different bar graphs shown. And നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ എന്താണ്. The charts below shows the average age of men and women who retired from work in 7 countries in 2004 and 2008. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, ടാസ്ക് 1 ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യണം അല്ലേ. സോ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതണം. ഇൻട്രൊഡക്ഷൻ എഴുതാൻ വേണ്ടി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാം. വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു പാരഫ്രൈസ് ദ ക്വസ്റ്റ്യൻ അല്ലേ. ക്വസ്റ്റ്യൻ പാരഫ്രൈസ് ചെയ്യുക. If there is any additional information in the picture, you can add that as well. Yes. അപ്പോൾ ഇവിടെ നോക്കിയേ ക്വസ്റ്റ്യൻ എന്താണ്. 7 കൺട്രീസിൻ്റെ ആവറേജ് റിട്ടയർമെൻറ്റ് ഏജ് ആണ് കൊടുത്തിരിക്കുന്നത് ഓഫ് മെൻ ആൻഡ് വിമൻ. മെന്ന് മേളിലത്തെ ബാർഗ്രാഫിലും വിമൻ താഴത്തെ ബാർഗ്രാഫിലുമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ശരിക്കും അനലൈസ് ചെയ്ത് നോക്കിയേ. ആൻഡ് നമുക്ക് കാണാം അല്ലേ, ബ്ലൂ ബാർസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 2004 ആണ്. അതുപോലെ റെഡ് ബാർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് 2008 ഇയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം വൈ ആക്സിസിൽ പിന്നെന്താണ് കൊടുത്തിരിക്കുന്നത്, കൺട്രീസിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട് അല്ലേ. 7 different കൺട്രീസ് ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൺ ദി എക്സ് ആക്സിസിൽ വൈ ആക്സിസിൽ നമുക്ക് കാണാം ഏജ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം വിമൻ്റെ ഏജും മെന്നിൻ്റെ ഏജും കൊടുത്തിട്ടുണ്ട്. മെന്നിൻ്റെ ഏജ് എന്ന് പറയുന്നത് 55 തൊട്ട് 65 വരെയും വിമൻ്റെ 52 to 64 വരെയും. ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെയാണ് ഗ്രാഫിലുള്ളത് അല്ലേ. സോ നൗ വി ക്യാൻ കൺസ്ട്രക്ട് ആൻ ഇൻട്രൊഡക്ഷൻ ഫോർ ദിസ്. സോ ഓൾറെഡി ക്വസ്റ്റ്യൻ ഉണ്ട്, ഇനി ക്വസ്റ്റ്യൻ ഒന്ന് കുറച്ചായിട്ട് പാരഫ്രൈസ് ചെയ്താൽ മതി അല്ലേ. യെസ്. അപ്പം നമുക്ക് എങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് പാരഫ്രൈസ് എപ്പോഴും നോക്കുക, നമുക്ക് മാക്സിമം എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റി കുറച്ചെങ്കിലും പാരഫ്രൈസ് ചെയ്ത് ഇൻട്രൊഡക്ഷൻ എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. ഓക്കെ, യെസ്. അപ്പം നമുക്ക് എങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം അല്ലേ. അപ്പം ചാർട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ. അതിന് പകരം നമുക്ക് എന്ത് എഴുതാം, ബിക്കോസ് ദിസ് ഇസ് സ്പെസിഫിക്കലി ബാർ ഗ്രാഫ്, നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം അല്ലേ. ബാർ ഗ്രാഫ് എന്ന് കൊടുക്കാം. ഷോസിന് പകരം നമുക്ക് പല വേർഡ്സ് യൂസ് ചെയ്യാം. ഇല്ലസ്ട്രേറ്റ്സ്, ഡെപ്പിക്സ്, അങ്ങനെ പല വേർഡ്സ്. സോ അതിലേതെങ്കിലും വേർഡ്സ് എഴുതുക. പിന്നെ ആവറേജ് ഏജ് ഓഫ് മെൻ ആൻഡ് വിമൻ എന്നുള്ളതിന് പകരം നിങ്ങൾ വേർഡ് ബൈ വേർഡ് പാരഫ്രൈസ് ചെയ്യണമെന്നില്ല. ഓൾമോസ്റ്റ് ഫുൾ സെൻറ്റൻസിൻ്റെ മീനിങ് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, പാരഫ്രൈസ് ചെയ്താലും മതി. യെസ്. അപ്പോൾ എന്താണ് ആവറേജ് ഏജ് ഓഫ് മെൻ ആൻഡ് വിമൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഹു റിട്ടയർഡ് ഫ്രം വർക്ക് ഇൻ 7 countries in 2004 and 2008 എന്നാണ് അല്ലേ. അപ്പം ആവറേജ് ഏജ് ഓഫ് മെൻ ആൻഡ് വിമൻ എന്നുള്ളതിന് പകരം നമുക്ക് വേറെ ഏത് രീതിയിൽ എഴുതാൻ പറ്റും. ആവറേജ് ഏജ് അറ്റ് വിച്ച് മെൻ ആൻഡ് വിമൻ എന്നുള്ളതിന് പകരം മെയിൽ ആൻഡ് ഫീമെയിൽ എംപ്ലോയീസ് എന്ന് എഴുതാം അല്ലേ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പാരഫ്രൈസ് ചെയ്യാം. ഇനിയും 7 countries എന്ന് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ആ 7 countries-ൻ്റെ പേര് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ പ്രിസൈസ്ലി വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് പറയാൻ പറ്റുമോ. ഇപ്പം ഈ 7 countries യൂറോപ്യൻ കൺട്രീസ് ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. ആൻഡ് ഇൻ 2004 and 2008 അത് 2 different countries 2 different years എന്ന് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. സോ അപ്പം ഇതാണൊരു ഇൻട്രൊഡക്ഷൻ. ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ വെച്ച് ഇപ്പം ഞാനായിട്ട് എഴുതിയൊരു ഇൻട്രൊഡക്ഷൻ ആണ്. യു ക്യാൻ സീ ദാറ്റ് ബാർ ഗ്രാഫ് കമ്പയർസ് ദി ആവറേജ് ഏജ് അറ്റ് വിച്ച് മെയിൽ ആൻഡ് ഫീമെയിൽ എംപ്ലോയീസ് ഓഫ് 7 European countries retired in 2 different years. അപ്പം ഇതാണ് ഒരു കുറച്ച് പാരഫ്രൈസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം പാരഫ്രൈസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു ഇൻട്രൊഡക്ഷൻ. ഇപ്പം ഞാൻ സജസ്റ്റ് ചെയ്ത പോലെ ബാക്കി പല വേർഡ്സ് യൂസ് ചെയ്തും നിങ്ങൾക്ക് ഈ ഇൻട്രൊഡക്ഷൻ എഴുതാം. ഞാൻ പറഞ്ഞ രീതിയിൽ വേറെ വേർഡ്സിലും നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനിയും നമുക്ക് അടുത്തായിട്ട് എന്താണ് എഴുതേണ്ടത്, ഓവർവ്യൂ എഴുതണം അല്ലേ. അപ്പോൾ ഓവർവ്യൂ എഴുതാൻ നമ്മൾ എന്താണ് നോക്കേണ്ടത്, ട്രെൻഡ്സ് നോക്കണം അല്ലേ. മേജർ ട്രെൻഡ് എന്താണെന്ന് നോക്കണം. അപ്പോൾ ഇതിനു വേണ്ടി കൃത്യമായിട്ട് ആ ഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്യണം അല്ലേ. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ആ ഗ്രാഫ് ഒന്ന് നോക്കിയേ. ഫസ്റ്റ് ബാർഗ്രാഫ് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് ബാർഗ്രാഫ് എന്ന് പറഞ്ഞാൽ മെന്നിൻ്റെയാണ്. ആവറേജ് റിട്ടയർമെൻറ്റ് ഏജ് ഓഫ് മെൻ. അതിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. യു ക്യാൻ സീ Germany
Denmark, France, Italy, Netherlands, Sweden and UK. And first 2004 തന്നെ നോക്കാം അല്ലേ. 2004 you can see ജർമ്മനിയിൽ നിന്ന് 2004 മാത്രം നമുക്ക് നോക്കാം ആ ഗ്രാഫ് എങ്ങനെ പോകുന്നു. യെസ്, ചെറിയൊരു ഇതുണ്ടല്ലേ, അത് ഇങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻ്റ് അല്ലേ. സോ നോക്കുകയാണെങ്കിൽ ആ ഗ്രാഫിൽ രണ്ട് കൺട്രീസ്, ആ ബ്ലൂ ബാർ മാത്രം നോക്കുകയാണെങ്കിൽ രണ്ട് കൺട്രീസ്, നെതർലൻഡ്സും സ്വീഡനും ഹൈ ആയിട്ടും ഇറ്റലിയും ഫ്രാൻസും ഒക്കെ കമ്പാരിറ്റീവ്ലി ലോ ആയിട്ട് നിൽക്കുകയാണ് റിട്ടയർമെൻറ്റ് ഏജിൽ. പിന്നെ ഇടയ്ക്ക് മീഡിയം ലെവലിൽ കുറേ കൺട്രീസ് ഉണ്ട്. ഇനി 2008 നോക്കുകയാണെങ്കിലും ഇത് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുമ്പോൾ ഏകദേശം ഒരുപോലെ അല്ലേ. അതായത് ജർമ്മനി, നമ്മൾ ഓരോ കൺട്രീസിൻ്റെ എടുത്ത് നോക്കിയേ, ഓരോ കൺട്രീസിൻ്റെ എടുത്ത് നോക്കുമ്പോൾ ഒരു സ്ലൈറ്റ് ഇൻക്രീസ് ആണ് എല്ലാ കൺട്രീസിലും കാണുന്നത്. നിങ്ങൾക്ക് കാണാം എക്സെപ്റ്റ് ഇറ്റലി. ഇറ്റലിയിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ബാക്കി എല്ലാ കൺട്രീസിലും ഒരു പൊടിക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് റിട്ടയർമെൻറ്റ് ഏജ്. പക്ഷേ അപ്പോഴും ആ വേവ് അങ്ങനെ തന്നെ അല്ലേ. അതായത് ഇപ്പോഴും ഇറ്റലി തന്നെയാണ് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. സ്വീഡനും നെതർലൻഡ്സും തന്നെ ഹയസ്റ്റ് ലെവലിൽ നിൽക്കുന്നുണ്ട് 2008 അല്ലേ. പിന്നെ ഇടയ്ക്കുള്ള കൺട്രീസിൻ്റെ ആ ഒരു നമ്പർ ഏകദേശം അതേ ഓർഡറിലാണ് വന്നിരിക്കുന്നത്, ഹയസ്റ്റ് ടു ലീസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഏകദേശം നമുക്ക് ഫസ്റ്റ് ബാർഗ്രാഫിൽ നിന്ന് മനസ്സിലാവുന്നത്. സെക്കൻഡ് ബാർഗ്രാഫ് നോക്കിയേ, സെക്കൻഡ് ബാർഗ്രാഫിലും ഏകദേശം ഇതേ പാറ്റേൺ തന്നെയാണ്. നോക്കിയാൽ മനസ്സിലാവും. അവിടെയും നമുക്ക് കാണാം ഇറ്റലി തന്നെയാണ് 2 ഇയറിലും ലീസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഇൻ ടേംസ് ഓഫ് റിട്ടയർമെൻറ്റ് ഏജ്. 2 ഇയറിലും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഏതാണ്? സ്വീഡൻ തന്നെയാണ്. മെന്നിൻ്റെ കാര്യം പറഞ്ഞ പോലെ സ്വീഡൻ തന്നെയാണ് വിമൻ്റെ ഇതിലും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് തന്നെ കോമൺ ആണ് രണ്ട് ഗ്രാഫിലും. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇത് ഏത് രീതിയിൽ നമുക്ക് എഴുതാം അല്ലേ. ഇപ്പോൾ ഹയസ്റ്റ് ലീസ്റ്റ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം ഫോർ ബോത്ത് മെൻ ആൻഡ് വിമൻ എന്താണ്, സ്വീഡൻ റിമെയിൻഡ് ഹയസ്റ്റ് ഇൻ ടേംസ് ഓഫ് റിട്ടയർമെൻറ്റ് ഏജ് ആൻഡ് ഇറ്റലി റിമെയിൻഡ് ദ ലീസ്റ്റ് എന്ന് പറയാം. പിന്നെ മൊത്തത്തിലുള്ള വാല്യൂ പറയാനാണെങ്കിലോ ഇൻ ബോത്ത് ഇയേഴ്സ് ഫോർ ബോത്ത് ജെൻഡേഴ്സ് ദി ആവറേജ് റിട്ടയർമെൻറ്റ് ഏജ് റിമെയിൻഡ് സംവാട്ട് സ്റ്റേബിൾ അല്ലേ. ഓരോ കൺട്രീസിൻ്റെ നിങ്ങൾ നോക്കിയാൽ വലിയ വ്യത്യാസമില്ല. അത് 2004 നിന്ന് 2008 ആകുമ്പോഴത്തേക്കും സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. വിമൻ്റെ നോക്കിയാൽ അങ്ങനെ തന്നെ അല്ലേന്ന്, എല്ലാത്തിലും ഒരു പൊടിക്ക് ഇൻക്രീസ് വന്നിട്ടുണ്ട് അല്ലേ. എല്ലാത്തിലും ഒരു പൊടിക്ക് ഇൻക്രീസ് ആണ് എക്സെപ്റ്റ് ഇറ്റലി. ഇവിടെയും ഇറ്റലി തന്നെയാണ് എക്സെപ്ഷൻ. അവിടെ മാത്രം ജസ്റ്റ് ഒന്ന് ചെറിയായിട്ട് സ്ലൈറ്റ് ഡിക്രീസ് വന്നിട്ടുണ്ട്. ബട്ട് ഓൾ ദ അതർ കൺട്രീസ് ഹാവ് എ സ്ലൈറ്റ് ഇൻക്രീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ അത്യാവശ്യം ഐഡൻറ്റിക്കലാണ് രണ്ട് ഗ്രാഫിലെയും പാറ്റേൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഹൈസ്റ്റ് ലീസ്റ്റ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്വീഡൻ ഇറ്റലി എന്നുള്ള രീതിയിൽ എഴുതാം. പിന്നെ ആണെങ്കിലോ നമുക്കിവിടെ ഇൻക്രീസ് ഡിക്രീസ് എഴുതാൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതാണ്, 2 ഇയറിലും സ്ലൈറ്റ് ഇൻക്രീസ് ആണ് രണ്ട് ജെൻഡേഴ്സിനും വന്നിരിക്കുന്നത് എക്സെപ്റ്റ് ഇറ്റലി എന്ന് നമുക്ക് പറയാം. പിന്നെ ഈ സ്ലൈറ്റ് ഇൻക്രീസ് എന്ന് പറയുമ്പോഴും എല്ലാത്തിലും സ്ലൈറ്റ് ഇൻക്രീസ് തന്നെയാണ് അല്ല, അതെടുത്ത് നമ്മൾ പറയണം. സംവാട്ട് സ്റ്റേബിൾ ആണ്, അപ്പം ഒരു സ്ലൈറ്റ് ഇൻക്രീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഏതാണ് നമ്മൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് എഴുതണം എന്നില്ല. ഒന്നെങ്കിൽ ഹൈലോ മാത്രമായിട്ട് എഴുതുക, അല്ലെങ്കിൽ ഇൻക്രീസ് ഡിക്രീസ് എന്നുള്ള രീതിയിൽ എഴുതുക. അപ്പോൾ ഇവിടെ ഡിക്രീസ് ഒന്നും വന്നിട്ടില്ല, ഇറ്റലിക്ക് മാത്രം ഒരു ഗ്രാഫിലേ ഉള്ളൂ. അപ്പോൾ സംവാട്ട് ത്രൂ ഔട്ട് സ്റ്റേബിൾ ആണ്. ഓൾ ദ കൺട്രീസ് റിമെയിൻ സംവാട്ട് സ്റ്റേബിൾ ആൻഡ് ദർ വാസ് എ സ്ലൈറ്റ് ഇൻക്രീസ് എന്നുള്ള രീതിയിൽ പറയാം. അപ്പം നമുക്ക് അങ്ങനെ എഴുതാം അല്ലേ. അപ്പം ഓവ്യൂ നോക്കാം. ഓവറോൾ ദ റിട്ടയർമെൻറ്റ് ഏജ് ഫോർ ബോത്ത് മെൻ ആൻഡ് വിമൻ റിമെയിൻഡ് ഓൾമോസ്റ്റ് സ്റ്റേബിൾ അല്ലേ. നമ്മൾ എല്ലാ കൺട്രീസിലും 2 ഇയറിലും നോക്കുമ്പം സംവാട്ട് ഒരേ വാല്യൂവിലാണ് എല്ലാ ഇയറിലും നിൽക്കുന്നത്, 2 ഇയറിലും നിൽക്കുന്നത്. ഇൻ ഈച്ച് കൺട്രി വിത്ത് എ സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ 2008. 2008 വരുമ്പോൾ ഒരു സ്ലൈറ്റ് ഇൻക്രീസ് ആണ് പിന്നെ വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആണ് ബട്ട് എ സ്ലൈറ്റ് ഇൻക്രീസ്. യെസ്. ഇനിയും നമ്മൾ ഹയസ്റ്റ് ലീസ്റ്റും കൂടെ ഒന്ന് പറയണം. വെൽ സ്വീഡൻ ഹാഡ് ദി ഹയസ്റ്റ് ആവറേജ് റിട്ടയർമെൻറ്റ് ഏജസ്. ഇറ്റലി റെക്കോർഡഡ് ലോവസ്റ്റ് ഫിഗേഴ്സ് ഇൻ ബോത്ത് ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഹൈയും ലോയും കൂടെ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഏതെങ്കിലുമൊക്കെ ഓവറോൾ പാറ്റേൺ അല്ലെങ്കിൽ ഓവറോൾ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഓവർവ്യൂ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് സംവാട്ട് എന്താണ് അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു ഗ്രാഫ്. നമ്മൾ നല്ലപോലെ ഒന്ന് ഓർഗനൈസ് ചെയ്താൽ നല്ല സ്കോർ നമുക്ക് നല്ല രീതിയിൽ ഈസി ആയിട്ട് കിട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓവർവ്യൂ ആയി അല്ലേ. ഇനി നമുക്ക് ബോഡി പാരഗ്രാഫ് നോക്കാം. ഇനി ബോഡി പാരഗ്രാഫ് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? ഒരു കൃത്യം എന്തെങ്കിലും ഒന്നിൻ്റെ ബേസിസിലാണ് യു ഹാവ് ടു ഡിവൈഡ് ദ ബോഡി പാരഗ്രാഫ്സ് അല്ലേ. സോ ഹിയർ യു ക്യാൻ ഡിവൈഡ്. ഏറ്റവും എവിഡൻ്റ് ആയിട്ട് കാണുന്നത് എന്താണ്, യു ഹാവ് 2 bar graphs, 2 different bar graphs. So either you can divide it based on the graphs itself. So you can include all the data of males in first body paragraph and all the data
of females in the second body paragraph. That is one way of division. പിന്നെ ഏതൊക്കെ രീതിയിൽ ഡിവൈഡ് ചെയ്യാം? നമുക്ക് ഇയർ വൈസ് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. 2004 ഡേറ്റ എല്ലാം ഒരു ഇയർ ഒരു ബോഡി പാരഗ്രാഫിലും 2008 വേറൊരു ബോഡി പാരഗ്രാഫിലായിട്ട് എഴുതാം അല്ലേ. പിന്നെ വേണമെങ്കിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? കൺട്രി വൈസ് ഡിവൈഡ് ചെയ്യാം. സോ കൺട്രി വൈസ് ഡിവൈഡ് ചെയ്താൽ ഇവിടെ യു ഹാവ് 7 കൺട്രീസ്. സോ ഏതെങ്കിലും ഒരു ബോഡി പാരഗ്രാഫിൽ ഒരു കൺട്രി കൂടുതലായിരിക്കും. സോ ഏതെങ്കിലും 4 കൺട്രീസ് ഒരു ബോഡിയിലും 3 കൺട്രീസ് ഒരു ബോഡിയിലുമായിട്ട് 2 ഇയറിലും കൂടെ ഒന്നിച്ച് ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക. സോ ദീസ് ആർ ദ 3 ways you can divide this body paragraph. സോ നമുക്ക് ഇതിൽ ഒരെണ്ണം ഡിസ്കസ് ചെയ്യാം. ഏതാണ്? നമുക്ക് ഗ്രാഫ് വൈസ് ഉള്ള ഡിവിഷൻ നോക്കാം. ഓക്കെ, അപ്പം ഗ്രാഫ് വൈസ് ഡിവൈഡ് ചെയ്താൽ മെയിൽസിൻ്റെ ഒരു ബോഡിയിലും ഫീമെയിൽസിൻ്റെ നെക്സ്റ്റ് ബോഡി പാരഗ്രാഫായിട്ട് എഴുതണം. യെസ്. സോ മെയിൽസിൻ്റെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? നമുക്ക് എന്തൊക്കെ ഏറ്റവും നമ്മളിതെല്ലാം ഇനി വി ഹാവ് 7 ഡിഫറെൻറ്റ് കൺട്രീസ് 2 ഇയറിലെ ഉണ്ട്. ഈ ഫുൾ ഡേറ്റ നിങ്ങൾ എഴുതണോ? നോട്ട് റിക്വയർഡ്. യു ക്യാൻ ജസ്റ്റ് പിക്ക് ദി മോസ്റ്റ് റെലവൻറ്റ് ഡേറ്റ. സോ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? ഒബ്വിയസ്ലി ഹയസ്റ്റ് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ, ലീസ്റ്റും പറയണം, ബിക്കോസ് അത് രണ്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇൻക്രീസ് ഡിക്രീസ് എന്ന് പറയാൻ മാത്രം അങ്ങനെ വലിയതായിട്ട് ഒന്നുമില്ല അല്ലേ, എല്ലാത്തിലും ഒരു സ്ലൈറ്റ് ഇൻക്രീസ് തന്നെയാണ്. പിന്നെ അപ്പം നമുക്ക് ഏതെങ്കിലുമൊക്കെ പിക്ക് ചെയ്ത് എഴുതാം. വേണമെങ്കിൽ നമുക്ക് നെതർലൻഡ്സ് പറയണം, കാരണം നെതർലൻഡ്സും അത്യാവശ്യം ഹൈ വാല്യൂവിൽ തന്നെയാണ് നിന്നത്. അല്ലെങ്കിൽ നമുക്ക് ഫ്രാൻസ് പറയാം, ഫ്രാൻസും കമ്പാരിറ്റീവ്ലി, അല്ലെങ്കിൽ ഡെൻമാർക്കും കമ്പാരിറ്റീവ്ലി ലോവർ ആയിട്ടാണ് നിന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലുമൊക്കെ ഹൈസ്റ്റും ലോവസ്റ്റും ഏതായാലും പിക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ഇടയ്ക്ക് റെലവൻറ്റ് തോന്നുന്ന 1-2 കാര്യങ്ങളും കൂടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓവ്യൂ എഴുതുമ്പോൾ നിങ്ങൾ ഡേറ്റ എഴുതില്ല, ബോഡി പാരഗ്രാഫിലാണ് ഡേറ്റയും കമ്പാരിസണും എക്സ്പ്ലനേഷനും ഒക്കെ വരുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് ഒന്ന് എഴുതി നോക്കാം അല്ലേ. നിങ്ങളൊന്ന് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒന്ന് തന്നെ എഴുതി നോക്കുക. ഈ ഒരു എന്താണ് ആൻസർ വെച്ച് ചെക്കും കൂടെ ചെയ്യുക. ദിസ് ഇസ് വൺ ഡേ ഓഫ് റൈറ്റിംഗ് അല്ലേ. സോ യു ക്യാൻ സീ ഇൻ 2004, അപ്പോൾ ഫസ്റ്റ് ഇയറിലേ നോക്കാം. In 2004 the average retirement age for men ranged from approximately 57 in Italy. ഇറ്റലിയിൽ 57 ഓൾമോസ്റ്റ് റേഞ്ച്ഡ് ഫ്രം 57 in Italy to just over 63 in Sweden. അപ്പം ഇതായിരുന്നു ടോട്ടൽ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ലീസ്റ്റും ഹയസ്റ്റും തമ്മിൽ ഇത്രയാണ് ഡിഫറൻസ്, ഫ്രം 57 in Italy to 63 in Sweden. ഇതിൻ്റെ ഇടയ്ക്കായിട്ടാണ് മെന്നിൻ്റെ ആവറേജ് റിട്ടയർമെൻറ്റ് ഏജ് നിന്നത്. Now by 2008 most countries saw a slight rise. You can see there is a slight rise in all countries. The retirement age in Germany increased from around 60 to 61, and in UK it was from 61 to 62. Sweden showed a marginal increase, maintaining the highest average at nearly 64, while Italy stayed at the same number. അപ്പം സെക്കൻഡ് ഇയർ വന്നപ്പോൾ ഞാൻ ജർമ്മനിയും UK യും കൂടെ എടുത്തു, പിന്നെ സ്വീഡനും നമ്മളുടെ ഇറ്റലിയും പറഞ്ഞു, ബിക്കോസ് ഇറ്റ് വാസ് ദ ഹയസ്റ്റ് ആൻഡ് ലീസ്റ്റ് ഇൻ സെക്കൻഡ് ഇയർ ഓൾസോ. അപ്പം അതും കൂടെ എടുത്ത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബോഡി പാരഗ്രാഫ് 1 എക്സ്പ്ലെയിൻ ചെയ്തു. നൗ വി ക്യാൻ സി ബോഡി പാരഗ്രാഫ് 2. സോ ബോഡി പാരഗ്രാഫ് 2 നമ്മളെന്താണ് വിമൻ്റെ ഡിസ്ക്രിപ്ഷനാണ് അല്ലേ. യെസ്. സോ വിമൻ്റെയും നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് വി ഹാവ് എ കോമൺ സിമിലർ പാറ്റേൺ ഫോർ വിമൻ ആസ് വെൽ. So a similar pattern was observed among women too. Yes. In 2004, their retirement age varied between 54 in Italy. 54 in Italy and 62 in Sweden. Similarly, ഞാൻ body 1 എഴുതിയ പോലെ തന്നെ. And if you want, you can include other countries as well, as I already said. ഇവിടെ ഞാൻ 2008 പിന്നെ പറയുന്നത്. 2008 most countries reported a slight increase. Okay. അപ്പോൾ എല്ലാ കൺട്രിയിലും slight increases ആണ് വന്നിട്ടുള്ളത്. Similar to the first one again. With Sweden peaking at 63. So here also, sorry, മുമ്പേ ഞാൻ മാർക്ക് ചെയ്തത് നെതർലൻഡ്സിൻ്റെ ആയിരുന്നു അല്ലേ. സ്വീഡൻ ആണ്. Again, Sweden itself is peaking at 63. Meanwhile, Italy is the only country where there was a decrease. Now this one is important because in the second graph അതാണ് that is something that is different അല്ലേ. എല്ലാ കൺട്രീസിലും ഒരു സ്ലൈറ്റ് ഇൻക്രീസ് വന്നപ്പം Italy is the only country where there is a slight decrease. So അത് നമുക്ക് എടുത്ത് പറയാം. And where there was a decrease and remained lowest in terms of retirement age. അപ്പോഴും Italy remained at the lowest number. അപ്പം ഇവിടെ ഞാൻ സ്വീഡൻ്റെ ഇറ്റലിയുടെ കാര്യം പറഞ്ഞു. If you want, again you can include other countries as well in the description. അപ്പോൾ അത്രയാണ് ബോഡി പാരഗ്രാഫ് 2 പറയാനുള്ളത്. അപ്പം ക്വൈറ്റ് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാഫ് അല്ലേ. നമ്മൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ ക്ലീൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഗ്രാഫാണ്. സോ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹൗ ടു ഡീകോഡ് ആൻഡ് റൈറ്റ് ദിസ് എസ്സേ നല്ലപോലെ സ്ട്രക്ചർ ചെയ്ത് എങ്ങനെ എഴുതേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫോർ സച്ച് വീഡിയോസ് കീപ് വാച്ചിങ് അവർ ചാനൽ, സബ്സ്ക്രൈബ്
ദ ചാനൽ. ആൻഡ് നമ്മളുടെ കോഴ്സ് ഓൾറെഡി ലോഞ്ച്ഡ് ആയിട്ടുണ്ട്, IELTS കോഴ്സ്. അപ്പോൾ ഇൻ പേഴ്സൺ ആയിട്ട് നമുക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മളുടെ കോഴ്സിലും ജോയിൻ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കൂടുതൽ റീസെൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനിയും ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ.